ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ചില ടേംസുകളെ പരിചയപ്പെടാം. ഒന്ന് അസറ്റ്സ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആസ്തികളാണ്. അതായത് ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന ചില ഐറ്റങ്ങൾ. ആ ഐറ്റങ്ങളിൽ നിന്നും ബിസിനസ്സിന് ഭാവിയിൽ ചില എക്കണോമിക് ബെനിഫിറ്റ്സുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉദാഹരണം, ബിസിനസ്സിൻ്റെ ലാൻഡ്, ബിൽഡിങ്, ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചർ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, മെഷീനറി, ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ്, ബാങ്കിൽ കിടക്കുന്ന ക്യാഷ്, ബിസിനസ്സിൽ നിന്നും ഗുഡ്സ് കടമായിട്ട് വാങ്ങിയിട്ട് പൈസ തരാനുള്ള ആളുകൾ, ബിസിനസ്സിൻ്റെ കയ്യിലുള്ള വെഹിക്കിൾസ്, വിൽക്കാൻ വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ, നമ്മൾ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്കുകൾ എല്ലാം ബിസിനസ്സിൻ്റെ ആസ്തികളാണ്, അസറ്റ്സുകളാണ്. അത് എന്താണ് ലയബിലിറ്റി എന്ന് നോക്കാം. അത് ബിസിനസ്സിൻ്റെ ബാധ്യതകളാണ്. ആ ബാധ്യതകളെ സെറ്റിൽ ചെയ്യണമെങ്കിൽ ബിസിനസ്സിൽ നിന്നും ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാവും. അത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഓബ്ലിഗേഷൻസ് ആണ്. അതിനെ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നിന്നും എന്തെങ്കിലും ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരം സംഭവങ്ങളെയാണ് ബിസിനസ്സിൻ്റെ ലയബിലിറ്റി അഥവാ ബാധ്യതകൾ എന്ന് പറയുന്നത്. ഉദാഹരണം, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണിനെ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്, ആ സപ്ലയർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസറ്റ്സുകളോ ആസ്തികളോ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതിനെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ. ബിസിനസ്സിലേക്ക് അതിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തന്നിരിക്കുന്ന മൂലധനത്തെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ബിസിനസ് ഒരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുക. ബിസിനസ് ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. ബിസിനസ്സിലേക്ക് അതിൻ്റെ ഓണേഴ്സ് എമൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പേരിട്ട് വിളിക്കും. അത് ഓണേഴ്സിന് നമ്മൾ പിന്നീട് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അടുത്തത് എക്സ്പെൻസസ്, ചിലവുകൾ. നമ്മുടെ ബിസിനസ്സിൻ്റെ ദൈനംദിന നടത്തിപ്പിന് വേണ്ടി വരുന്ന ചിലവുകളാണ്. അതിൽ നിന്ന് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ദൈനംദിന ചിലവുകളാണ്, നിത്യേന നടന്നു പോകാനുള്ള ചിലവുകളാണ്. നമ്മുടെ ബിസിനസ്സിലെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, വെഹിക്കിൾ റണ്ണിങ് എക്സ്പെൻസസ്, ഇങ്ങനെ നിരവധി എക്സ്പെൻസുകൾ ബിസിനസ്സിന് ഉണ്ടാവും. അടുത്തത് റവന്യൂ. ബിസിനസ്സിൽ ഗുഡ്സ് വിറ്റിട്ടോ അല്ലെങ്കിൽ മറ്റ് സർവീസുകൾ നടത്തിയിട്ടോ ബിസിനസ്സിലേക്ക് വരുന്ന വരുമാനങ്ങളെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. പല രീതിയിൽ വരുമാനങ്ങൾ വരാം. സെയിൽസ് നടത്തിയിട്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാപ്പ് വിറ്റിട്ട് വരാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് കിട്ടാം ബാങ്കിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ നമുക്ക് വല്ല ഡിസ്കൗണ്ട്, പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വല്ല ഡിസ്കൗണ്ടുകൾ ലഭിക്കാം. ഇതെല്ലാം കമ്പനിയുടെ റവന്യൂകളാണ്, ഇൻകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തത് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻസ് നോക്കാം. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമ്മുടെ ബിസിനസ്സിൻ്റെ ബാധ്യതകളും മൂലധനവും രണ്ടും കൂടെ കൂട്ടിയാൽ അത് എപ്പോഴും ബിസിനസ്സിൻ്റെ അസറ്റ്സിന് സമമായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ സ്മാർട്ട്, അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്. ബിസിനസ്സിലേക്ക് അദ്ദേഹം 10 ലക്ഷം രൂപ കൊടുത്തു. നമ്മൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ആണ് ചെയ്യുന്നത്. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് വന്നു, 10 ലക്ഷം രൂപ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ആണ് ചെയ്യുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ്സ്, ക്യാഷ് കിട്ടി, ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. നമ്മളെപ്പോഴും അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. അതായത് ബിസിനസ് വേറെ, അതിൻ്റെ ഓണേഴ്സ് വേറെ എന്നുള്ള അക്കൗണ്ടിങ് ആണ്. ബിസിനസ്സിലേക്ക് അതിൻ്റെ ഓണേഴ്സ് എമൗണ്ട് തന്നു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, പക്ഷേ ആ തന്ന ആളുടെ ക്യാപിറ്റൽ ബിസിനസ്സിൽ കൂടി. ബിസിനസ്സിലേക്ക് അദ്ദേഹം ക്യാഷ് തന്നു, പക്ഷേ ആ തന്ന മിസ്റ്റർ സ്മാർട്ടിൻ്റെ ക്യാപിറ്റൽ ബിസിനസ്സിൽ കൂടി. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഇക്വേഷനിലേക്ക് നോക്കാം. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സ് ഇപ്പോൾ എത്രയാണ്? 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട്.
ക്യാപിറ്റൽ എത്രയാണ്? 10 ലക്ഷം രൂപ. ലയബിലിറ്റീസ് വേറെ ഒന്നുമില്ല. അസറ്റ് 10 ലക്ഷം, ക്യാപിറ്റൽ 10 ലക്ഷം. അപ്പോൾ ഈ ഇക്വേഷൻ ഈക്വലായി. മിസ്റ്റർ സ്മാർട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു 25 ലക്ഷം രൂപയുടെ ഒരു കാറും കൂടി ബിസിനസ്സിലേക്ക് വാങ്ങിത്തന്നു. അപ്പോൾ ബിസിനസ്സിലേക്ക് ഒരു അസറ്റും കൂടെ കയറി വന്നു, കാറ്. 25 ലക്ഷം രൂപയുടെ കാറ് കയറി വന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് 10 ലക്ഷമുണ്ട്, 25 ലക്ഷം രൂപയുടെ കാറുമുണ്ട്. അപ്പോൾ മൊത്തം അസറ്റ്സ് 35 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. പക്ഷേ അവിടെ ക്യാപിറ്റൽ അദ്ദേഹത്തിൻ്റെ എത്രയായി മാറി? നേരത്തെ 10 lakh rupees അദ്ദേഹം ക്യാഷ് തന്നിരുന്നു, 25 ലക്ഷം രൂപ ഇപ്പോൾ കാറായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ തന്നിരിക്കുന്നു. ഇപ്പോൾ മൊത്തം 35 ലക്ഷമായി. ക്യാപിറ്റൽ 35 ലക്ഷമായി, അസറ്റ്സും 35 ലക്ഷമായി. ഇക്വേഷൻ ഈക്വൽ ആവുന്നുണ്ടല്ലോ. ഈ ബിസിനസ് ഒരു 5 ലക്ഷം രൂപക്ക് ഒരു ഫർണിച്ചർ കടമായിട്ട് മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അപ്പോൾ ബിസിനസ്സിലേക്ക് ഒരു പുതിയ അസറ്റ്സ്, ഫർണിച്ചർ എന്ന് പറയുന്ന 5 ലക്ഷം രൂപയുടെ ഒരു അസറ്റ്സും കൂടെ ബിസിനസ്സിലേക്ക് വന്നു. ഇപ്പോൾ എന്തൊക്കെ അസറ്റ്സുകളായി? 10 ലക്ഷം രൂപ ക്യാഷ് ഉണ്ട്, 25 ലക്ഷം രൂപയുടെ കാറുണ്ട്, ഒരു 5 ലക്ഷം രൂപയുടെ ഫർണിച്ചറും കൂടെ ബിസിനസ്സിലേക്ക് വന്നു. ഇനി നമുക്ക് നോക്കാം ക്യാപിറ്റൽ ഇപ്പോൾ എത്രയാണ്? ക്യാപിറ്റൽ അദ്ദേഹം തന്ന 10 ലക്ഷം രൂപ നേരത്തെ തന്നിട്ടുണ്ട്, 25 ലക്ഷം രൂപയുടെ കാറും തന്നിട്ട് 35 ലക്ഷം രൂപ ക്യാപിറ്റലാണ്. ഇനി ഒരു ലയബിലിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ കടമായിട്ടാണ് ആ ഫർണിച്ചർ വാങ്ങിയത്, 5 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വാങ്ങിയത്. ഇപ്പോൾ ഇക്വേഷൻ നോക്കുമ്പോൾ അസറ്റ്സ് ഇപ്പോൾ എത്രയാണ്? അസറ്റ്സ് 10 lakh പ്ലസ് 25 lakhs, അപ്പോൾ 35 ആയി. 35 പ്ലസ് 5 40 ആയി. ലയബിലിറ്റി 5 ലക്ഷം രൂപയുടെ ആ സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട് 5. പിന്നെ നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്? അത് 35. അപ്പോൾ 5 പ്ലസ് 35 40. ഇക്വേഷൻ ശരിയാവുന്നുണ്ടല്ലോ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി ബിസിനസ്സിൻ്റെ കയ്യിൽ ആ 10 ലക്ഷം രൂപയിൽ നിന്ന് ബിസിനസ് എന്ത് ചെയ്തു? ഒരു മെഷീൻ വാങ്ങി. 2 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി വാങ്ങി. അപ്പോൾ ക്യാഷ് പോയി, ബിസിനസ്സിലേക്ക് മെഷീനറി വന്നു. ക്യാഷ് 10ൽ നിന്ന് 2 പോയി, ഇപ്പോൾ 8 ലക്ഷമായി. നമ്മുടെ കാർ 25 ഉണ്ട്, അപ്പോൾ 8ഉം 25ഉം 33ആയി. പിന്നെ നമ്മൾ വാങ്ങിയ ഫർണിച്ചർ 5 ലക്ഷം രൂപയുടെ ഫർണിച്ചർ ഉണ്ട്, 33ഉം 5ഉം 38ആയി. പിന്നെ ഇപ്പോൾ നമ്മൾ വാങ്ങിയ മെഷീനറി 40 ലക്ഷം. അപ്പോൾ അസറ്റ്സ് 40 ലക്ഷം തന്നെയാണ്. ലയബിലിറ്റി നോക്കുമ്പോൾ ലയബിലിറ്റി നമ്മൾ എക്സിന് കൊടുക്കാനുള്ള 5 ലക്ഷവും ക്യാപിറ്റൽ അദ്ദേഹം നേരത്തെ തന്ന 10 ലക്ഷവും കാറായിട്ട് തന്ന 25 ലക്ഷവും 35 പ്ലസ് 5 40ആയി. ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി 40ആയി. അസറ്റ്സ് എത്രയാണ്? 40 lakhs. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 വീഡിയോകളിലായി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്, ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഫൈനൽ അക്കൗണ്ട്സ്, പിന്നെ നമ്മളിപ്പോൾ അസറ്റ്സ്, ലയബിലിറ്റീസ്, എക്സ്പെൻസസ്, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ വീഡിയോയും കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുള്ള സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പരമാവധി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും.